ഇത് ടേബിൾ ടോപ്പ് ഗ്രൈൻഡറിൻ്റെ ഫ്ലാഞ്ചാണ്. അപ്പോൾ ഇത് ഈ പീസ് ഇവിടെ വെച്ച് പൊട്ടിപ്പോയി. ഇത് കാസ്റ്റ് അയൺ പീസാണ്. അപ്പോൾ ഇതേ അളവിന് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ ഇത് വാങ്ങി സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ വാങ്ങാൻ കിട്ടാത്തവർക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ളൊരു വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് ഇതിൽ ഹോളിട്ടെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഹോളിട്ടെടുത്തിട്ടുണ്ട്. ഇത് ഹോളിടുന്നത് നമ്മുടെ ഇതിൽ ഹോളുണ്ടാവും ഈ പീസിൽ. അപ്പോൾ ഈ പീസിൽ ഉള്ള ഹോളിൽ നമ്മൾ ആദ്യം ത്രെഡ് അടിക്കണം. ഇതിനകത്ത് പിരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ബോൾട്ട് കയറാൻ കണക്കായിട്ട്. അപ്പോൾ അത് ഏത് ബോൾട്ട് കയറാൻ കണക്കായിട്ടാണ് പിരി ഇടാൻ പറ്റുന്നത് അതിന് കണക്കാക്കി പിരിയിട്ടെടുക്കുക. അപ്പോൾ പിരിയിട്ടെടുത്തതിന് ശേഷം അതിന് കണക്കായിട്ടൊരു ബോൾട്ട് എടുക്കണം. നമുക്ക് വയ്ക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ആ പീസ് ടൈറ്റ് ആവുന്ന അളവിനുള്ള നീളം കണക്കാക്കി ഒരു ബോൾട്ട് എടുക്കണം. അപ്പോൾ ആ ബോൾട്ട് ഫ്രീ ആയിട്ട് പോകുന്ന രീതിയിലാണ് ഇതിൽ ഹോൾ ഇടേണ്ടത്. അപ്പോൾ ഇതിൽ അതിനുള്ള ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് അറാൾഡേറ്റ് പുരട്ടിയിട്ട്, അറാൾഡേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അറാൾഡേറ്റ് പുരട്ടിയിട്ട് ഇതിനെ ടൈറ്റ് ചെയ്ത് വിടണം. അപ്പോൾ അറാൾഡേറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ അറാൾഡേറ്റ് നമ്മൾ ഇത് റെഡിയാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ പീസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ ബോൾട്ടിൻ്റെ ഹെഡ് അടിയിൽ നിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടോ നോക്കണം. അപ്പോൾ ചിലതിൽ മട്ടത്തിനായിരിക്കും വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബോൾട്ടിൻ്റെ ഹെഡ് നിൽക്കാൻ കണക്കായിട്ടൊരു ഹോൾ റെഡിയാക്കണം. അതിൽ ഇതിനേക്കാളും വണ്ണം കൂടിയ ഒരു ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ഒരു ഹോൾ റെഡിയാക്കി സെറ്റ് ചെയ്യണം. നേരത്തെ പൊട്ടിയത് ഏത് പൊസിഷനിലാണോ ആ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും. ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു കാരണവശാലും ഇളവില്ല. ഇനി ഇവിടെ വെച്ച് പൊട്ടിപ്പോവുകയാണെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഇത് ഇളകി വരില്ല. അപ്പോൾ ഇത് പൊട്ടാനുള്ള കാരണം ഇവിടെ വരുന്ന ബെയറിംഗ് കംപ്ലീറ്റ് പൊടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലെ റിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെ ചുറ്റിയേക്ക് അടിച്ച് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അതിൻ്റെ ഷേക്ക് കൊണ്ട് ഈ ഭാഗം പൊട്ടിപ്പോയത്. ഇത് കാസ്റ്റ് അയൺ ആയതുകൊണ്ട്. അപ്പോൾ ഇതുപോലുള്ള പീസുകളിൽ ബെയറിങ്ങിൻ്റെ പീസ് ഇരിക്കുകയാണെങ്കിൽ മാക്സിമം കട്ടർ ഉപയോഗിച്ച്, ഗ്രൈൻഡിങ് മെഷീൻ ഉപയോഗിച്ച് സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ഊരിയെടുക്കാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.